ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെ ആദർശിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ? അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അങ്ങനെ നന്ദു രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനീനെ ജനലിൽ കൂടി. നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അനി പറഞ്ഞു കാണാൻ പറ്റത്തില്ല, അയാളോട് പോയിട്ട് പിന്നെ വാ, അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന് പറയാൻ ആ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു. കോൺസ്റ്റബിൾ അതേപടി അനിയോട് പോയി പറഞ്ഞു. അനിയാണെങ്കിൽ അവളെ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇന്ന് അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ നേരം ഇരുട്ടുന്നോടം വരെ ഞാൻ ഇവിടെ നിൽക്കുന്നു. അനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും നമ്മുടെ നന്ദു പുറത്തിറങ്ങുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ണുപൊട്ടിയൊന്നും അല്ലല്ലോ നമ്മുടെ നന്ദു. ഏതായാലും ആ ഒരു വാശിക്ക് നമ്മുടെ അനി നിൽക്കുക. നന്ദുവിന് ദേഷ്യം വന്നിട്ട് ഇത് മനുഷ്യന് മെനക്കെടുത്തുന്ന ഏർപ്പാടായി പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഇറങ്ങി ചെന്നില്ലെങ്കിൽ ചിലപ്പം നന്ദു അല്ല, സോറി, അനി പോവില്ല. ഞാൻ ഇറങ്ങി ചെന്നില്ലേ ശരിയാവില്ല, ഇനി ഇറങ്ങി ചെല്ലാം. അല്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് ഇവിടെ ചാർജ് എടുക്കുകയും ചെയ്തു, അന്ന് തന്നെ വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് പിന്നെ നമ്മുടെ പതുക്കെ നന്ദു അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് എന്താ എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം, അപ്പം നിനക്ക് ഇറങ്ങി വരാൻ അറിയാല്ലേ? അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഞാൻ ചാർജ് എടുത്തത് ഇന്ന് തന്നെ ഇവിടെ കിടന്നൊരു ഒച്ചപ്പാട് ഉണ്ടാക്കാനോ സീൻ ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അല്ല, ഞാനതിന് ഒച്ചപ്പാടും സീനും ഉണ്ടാക്കാൻ വന്നതാണെന്ന് നന്ദുവിനോട് ആരാ പറഞ്ഞത്? എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല, തനിക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യത്തില്ലായിരുന്നോ അനന്തപുരി തറവാട്ടിൽ? എങ്കില് ഞാൻ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് തനിക്ക് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? എങ്കിലിപ്പോ ഈ സീനോ ഞാൻ ഇവിടെ വരേണ്ടതോ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ വരില്ലായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ആ സമയത്ത് നിന്നെ അവിടെ നോക്കി, പിന്നെ നിന്നെ കാണാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എനിക്കിവിടെ പോസ്റ്റിംഗ് മേടിച്ചു തന്നത് മൂർത്തി മുത്തച്ഛനാണ്. അപ്പൊ മുത്തച്ഛനെ കണ്ട അനുഗ്രഹം മേടിക്കണം. പിന്നെ എൻ്റെ 2 ചേച്ചിമാരവിടെ ഉണ്ടല്ലോ, അവരെ കണ്ട അനുഗ്രഹം മേടിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോ അങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ നിന്നെ കാണാൻ വേണ്ടിയല്ല. ഓഹോ, അങ്ങനെയാണല്ലേ? ഏതായാലും നന്ദു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ വേഷം എനിക്ക് നന്നായിട്ട് ചേരുന്ന എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ SI ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചതും ടെസ്റ്റ് എഴുതിയതും പാസ്സായതും ഒക്കെ. ഫിസിക്കലിന് ഞാൻ പാസ്സായതൊക്കെ എനിക്ക് ആഗ്രഹം അമിതമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടേ അനി ഇപ്പൊ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞാൽ എപ്പോഴാണ് ഞാൻ വരേണ്ടത്? അനി ഇപ്പൊ തൽക്കാലം പോ. അനി എന്തിനാ വെറുതെ ഇപ്പം എൻ്റെ പുറകെ നടന്ന് നാണക്കേട് ഉണ്ടാക്കി വെക്കണത്? എനിക്ക് തൻ്റെ പുറകെ നടക്കുന്നത് നാണക്കേടല്ലടോ. തനിക്കെങ്ങനെയാണോ? എനിക്ക് നാണക്കേടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനി സ്നേഹിക്കേണ്ടത് അനാമികയാണ്. ഞാനത് 100 തവണ പറഞ്ഞു മടുത്തു. അവളുടെ പോക്കത്രയ്ക്ക് ശരിയല്ല. നീ അവളെ ശ്രദ്ധിച്ച അവളെ നീ നിന്റെ വഴിക്ക് വരുത്താൻ നോക്ക്. അല്ലാതെ ഈ നന്ദുവിന്റെ പുറകെ നടന്ന് നീ വെറുതെ സമയം കളയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. വെറുതെ എന്തിനാ ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത് അനന്തപുരി തറവാട്ടിന്? ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ചെയ്തിട്ട് വീണ്ടും എന്നെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനാമികയൊക്കെ പറയുന്നതിന് എന്താ തെറ്റില്ലാത്തത്? അവര് പറയുന്നത് ശരിയാവില്ലേ? എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവളെ ഡിവോഴ്സ് ചെയ്തതാണെന്ന് വരും. ഞാനതിന് അവളെ ഡിവോഴ്സ് ചെയ്യാതിരുന്നാ പോരെ നന്ദു? ഞാനിപ്പോൾ അവളെ ഡിവോഴ്സ് ചെയ്യുന്നില്ല, അവൾ തന്നെ ഒഴിഞ്ഞു പൊക്കോളും. ഏതായാലും ഇപ്പം താൻ ഇവിടുന്ന് പോ. എനിക്ക് തന്നോട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. മാത്രമല്ല, തൻ്റെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മേനെയും പോയി കണ്ടായിരുന്നോ? ആരോ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ചെന്ന് പറയുന്നത് കേട്ടു. അതിനും കൂടിയാണ് ഞാൻ വന്നത്. അതിനും ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ 2ാമത്തെ തവണയാണേ എൻ്റെ അമ്മായിയപ്പൻ്റെ കൈയും കാലും ഒക്കെ ഓടിയുന്നത്. ഏതായാലും അത് തനിക്കേ പറ്റത്തുള്ളൂ. ഞാൻ ആഗ്രഹിച്ച കാര്യം താൻ സ്വയമേ ചെയ്യുന്നുണ്ടല്ലോ. ഏതായാലും തന്നെ കണ്ടല്ലോ, സന്തോഷമായി. ഈ വേഷത്തിൽ തന്നെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു പോവാണ്. ഏതായാലും നന്ദു അകത്തേക്ക് കയറി പോകുമ്പം ആ കോൺസ്റ്റബിൾമാരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, അല്ല മേഡം, അതാരാ? വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണോ? അതോ ഇനിയിപ്പം? അപ്പോഴത്തേക്കും, അല്ല, നിങ്ങൾ എന്തിനീ അനാവശ്യ കാര്യത്തിൽ ഇടപെടുന്നത്? അത് എൻ്റെ ചേച്ചി വിവാഹം കഴിച്ച വീട്ടിലെ ഒരാളാണ്, അവിടുത്തെ കൊച്ചുമകനാണ്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാ. ആണോ? ഞങ്ങൾ ഓർത്തു നിങ്ങൾ പലതും ഓർക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുകയോ ആലോചിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അങ്ങ് പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അനാമികേനെ തന്നെയാണ്. അനാമിക വീട്ടിലുണ്ട്. എവിടെ? അനന്തപുരി തറവാട്ടിൽ. അങ്ങനെ അനി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അനാമിക പൊട്ടിത്തെറിക്കുക. ഓഹോ, നിനക്കിപ്പം തൃപ്തിയായല്ലോ. അല്ല, നിന്റെ കാമുകി പോസ്റ്റ് എടുത്തത് കൊണ്ട് ഇനിയിപ്പം നിനക്ക് എന്ത് തോന്നിവാസം കാണിക്കാമല്ലോ. അതിന് ഞാൻ തോന്നിവാസം കാണിക്കാറില്ലല്ലോ. തോന്നിവാസം കാണിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയാ, നീയുവാ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. അവള് ചാർജ് എടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പം പകയും വൈരാഗ്യം വെച്ച് നിങ്ങളെ പൊക്കിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ, അറിയാം, നീ അതിനു വേണ്ടി കാത്തിരിക്കുക. നീയൊക്കെ
എന്നെയൊക്കെ അതിനുവേണ്ടി തന്നെയാ അവളെ ഈ സ്റ്റേഷൻ പരിധിയിൽ തന്നെ കൊണ്ടുപോയി ഇട്ടത്. എനിക്കറിയാടാ, എന്നെ ഇവിടെ നിന്ന് വെളിയിലാക്കിയിട്ട് അവള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ വല്ല സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മുളയിൽ നീ നുള്ളിക്കോ. ഒരിക്കലും നന്ദൂരെ നിനക്ക് കിട്ടില്ലടാ, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അകത്തേക്ക് കയറി പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവിടുത്തെ മുത്തശ്ശൻ തന്നെയാ അവക്ക് ഇവിടെ പോസ്റ്റ് മേടിച്ചു കൊടുത്തത്. എൻ്റെ അച്ഛനും അമ്മയും പരാതിയായിട്ട് ചെന്നപ്പം അവൾ SI ആയിട്ടിരിക്കുക, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ മടുത്തു, സത്യം പറയാലോ, എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അപ്പം ജാനകി പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, അവള് നയനയുടെ അനിയത്തിയായി പോയില്ലേ, നയനോടൊരു പ്രത്യേക സ്നേഹം അച്ഛനുണ്ട്, ആ വഴി അങ്ങാണം ആക്കി കൊടുത്തതായിരിക്കും. മോളൊരു കാര്യം ചെയ്യ്, നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. അവളുടെ ഈ എടുത്തുചാട്ടവും ഇവളുടെ പ്രായത്തിന്റെ തിളപ്പൊക്കെ കാരണം മിക്കവാറും വല്ല പണിഷ്മെന്റ് ട്രാൻസ്ഫറും ജലജ പറയുന്ന പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നയനേനെയാണ് കേട്ടോ. അപ്പൊ നയന നമ്മുടെ ചന്തുമോളെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നവ്യ കയറി ചെല്ലുന്നത്. അപ്പൊ നവ്യക്ക് ഒന്നാതെ ഇളകിയിരിക്കുന്ന സമയമാണല്ലോ. കാരണം തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലല്ലോ നയന മൊത്തം ആദർശിന്റെ കുഞ്ഞിനെയല്ലേ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നയനെ, നീ എന്താ ഈ കാണിക്കുന്നത്? അവക്ക് വേണ്ടി നീ ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ആദർശേട്ടന്റെ കുഞ്ഞാ, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞപ്പോ ആദർശേട്ടന്റെ കുഞ്ഞോ? ആദർശേട്ടന്റെ കുഞ്ഞാണെങ്കിൽ അത് എന്റെ കുഞ്ഞും കൂടെ അല്ലേ? എന്തിനാ നീ ഈ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? നയനെ, നിനക്ക് പണ്ട് കുറച്ച് ബുദ്ധിയും വിവേകവും ഉണ്ടെന്നാ ഞാൻ ഓർത്തത്. എന്നെക്കാൾ കൂടുതൽ ചിന്തിക്കാനും ഉള്ള കഴിവൊക്കെ നിനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിനക്കിപ്പം ചിന്തിക്കാനുള്ള കഴിവില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ? സ്വന്തം ഭർത്താവ് വേറെ ഒരുത്തിയിൽ അവിഹിതത്തിൽ ഉണ്ടാക്കിയ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാന് നിനക്ക് എന്താ? അച്ഛനെയും അമ്മേനെയൊക്കെ സങ്കടപ്പെടുത്തി നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അച്ഛനും അമ്മയും ഇരു കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. പിന്നെ ആ വൃത്തികെട്ടവന്റെ കൂടെ നിനക്ക് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ടതും നമ്മുടെ നയനയുടെ കൺട്രോൾ അങ്ങ് കിട്ടും. നയന ചോദിച്ചാൽ ആരാ വൃത്തികെട്ടവന്? ആരെക്കുറിച്ചാ പറയുന്നത്? ആദർശേട്ടനെ കുറിച്ചോ? ഓ, ആദർശ് കോട്ടൻ. ആദർശേട്ടൻ എന്ന് ഞാനും കുറെ വിളിച്ചിട്ടുണ്ട്. സത്യം പറയാലോ നയനെ, വേറൊന്നുമല്ല, എന്നെ ആദർശേട്ടൻ സ്നേഹിച്ച ആ ഒരു സമയം, അന്ന് ഞാൻ എന്തോ എനിക്ക് അപ്പൊ അഭിയോടൊരു അട്രാക്ഷൻ തോന്നി. അതവന്റെ സ്വത്തോ പണമോ അവൻ പറഞ്ഞ നുണകളോ ആയിക്കോട്ടെ, അത് തോന്നിയത് എന്റെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ആദർശേട്ടന്റെ ഭാര്യയായിട്ടിരുന്നേനെ. നിന്റെ സ്ഥാനത്ത് ഈ കുഞ്ഞിനെ ഞാൻ ചുമക്കേണ്ട വന്നേനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നവ്യേച്ചി നിർത്ത്, ദേ എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പം ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോൾ എന്നാണോ നീ പറയുന്നത്? അതെ, ആദർശേട്ടന്റെ കുഞ്ഞാണോ അല്ലയോ? ഇനിയിപ്പം ആദർശേട്ടൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്. അത് നിങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നില്ല, അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ ആ കുഞ്ഞ് ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞോളാൻ. അതിന് ഞങ്ങൾക്ക് യാതൊരു നാണക്കേടും ഇല്ല. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിപ്പം വലിയ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം മറ്റുള്ളവർക്ക് അത് എങ്ങനെ തോന്നുവോ തോന്നാതിരിക്കോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ നിനക്ക് അമ്മയും അച്ഛനെയും ഒന്നും അമ്മയുടെ അച്ഛന്റെ ഒന്നും വിഷമം അറിയണ്ടെന്നാണോ പറയുന്നത്? അമ്മയോടും അച്ഛനോടും ആരാ വിഷമിക്കാൻ പറഞ്ഞത്? ആദർശേട്ടന് വിശ്വാസവും ആദർശേട്ടനോട് ഉള്ള ആ ഒരു വിശ്വാസം അത് നഷ്ടപ്പെട്ടു അവർക്ക്. അതിനി തിരികെ കൊണ്ടുവരേണ്ടത് അവര് തന്നെയാണ്. അതിനി പുറകെ നടന്ന് എന്റെ ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോൾ, എന്റെ ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോൾ എന്നൊന്നും പറഞ്ഞ് അച്ഛനെയും അമ്മയും തിരുത്താൻ ഞാനില്ല. പിന്നെ എന്നെ അറിയാവുന്നവർക്ക് എന്നെയും, ആദർശേട്ടനെ അറിയാവുന്നവർക്ക് ആദർശേട്ടനും അറിയാം. അവർക്ക് എല്ലാവർക്കും സത്യാവസ്ഥ അറിയുകയും ചെയ്യാം. മുത്തശ്ശനാണെങ്കിലും ആദർശേട്ടന്റെ അമ്മയാണെങ്കിലും ഇവിടെയുള്ള ആരാണെങ്കിലും നീയും നല്ല സോറി നവ്യേച്ചിയും അതുപോലെ അപ്പച്ചിയും ചെറിയമ്മയും അനാമികയും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്റെ ആദർശേട്ടനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയിട്ടോ. നവ്യ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുക. അപ്പം ജലജ ചോദിച്ചു, എന്ത് പറ്റി മോളെ? അവള് വീണ്ടും വീണ്ടും ഓരോന്ന് പറയുകയാണല്ലേ. അതെ, അവളല്ലേ ഈ വീട്ടിൽ നിൽക്കേണ്ടത്, ആ ചന്തുമോള്. അവൾക്കല്ലേ ഈ വീട്ടിൽ നിൽക്കുവാനുള്ള അവകാശം. നിനക്കും അനാമിക മോൾക്കൊക്കെയാ. ആ ചന്തുമോളെ തൂത്തെറിയേണ്ട സമയം കഴിഞ്ഞു. ഇനിയും ഇതിനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലേ തലയിൽ കയറി നിരങ്ങും. മാത്രമല്ല ദേ പല കാര്യങ്ങളും നമുക്ക് നഷ്ടമാകും. അത് നീ ഓർത്തോ. അനന്തപത്മനാഭന് കിട്ടാനുള്ള സ്നേഹവും പോയിട്ട് അനന്തപത്മനാഭന് കിട്ടാനുള്ള സ്വത്ത് വരെ അവൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നവ്യ ഇങ്ങനെ പകച്ചു നിൽക്കാണ് കേട്ടോ. നവ്യക്കാണെങ്കിൽ കലി വരുന്നു. നവ്യക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ലാത്തൊരു ഇത്. എന്നാലും ഈ സമയത്ത് നമ്മുടെ നന്ദു വീട്ടിൽ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് ആദർശിനെ കുറിച്ചുള്ള കുറ്റം പറച്ചില്. അങ്ങനെ നന്ദുവിനോട് ആദർശിന്റെ കാര്യം ഇങ്ങനെ പറയാണ് കനകയും ഗോവിന്ദനും.
യാദൃശ്ചികവശാൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവരുടെ വിഷയം എടുത്തിട്ടു. അപ്പൊ ആദർശിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനും കനകയും ആദർശിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം തന്നെ വീണ്ടും വീണ്ടും പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്? അമ്മയ്ക്കും അച്ഛനും ആദർശേട്ടനെ എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്നോട് നയനേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആദർശേട്ടന്റെ കുഞ്ഞല്ല എന്ന്. നിങ്ങളോടും പറഞ്ഞല്ലോ പലതവണ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ആദർശേട്ടൻ മേടിച്ചു തന്ന ഈ വീട്ടിലാ നമ്മൾ കഴിയുന്നത്, അത് മറക്കരുത്. അന്ന് വെച്ച് അവന്റെ തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കണം എന്നാണോ നന്ദു നീ പറയുന്നത്? ഇനിയിപ്പൊ നിനക്ക് ജോലിയായില്ലോ, നിന്റെ സ്റ്റേഷൻ പരിധിയിലെടുത്ത് വല്ല ഹോട്ടേഴ്സ് കൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറാം. ദേ അമ്മേ, അഹങ്കരിക്കരുത് കേട്ടോ. എനിക്ക് ഇപ്പോഴല്ലേ ജോലി കിട്ടിയത്, നേരത്തെ എനിക്ക് ജോലി ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയാ, വെറുതെ അഹങ്കരിക്കരുത്. ആദർശേട്ടൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആദർശേട്ടനെ ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഗോവിന്ദന്റെയും കനകയുടെ ഒക്കെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ചന്തുമോൾ ആദർശിന്റെ കുഞ്ഞ് തന്നെയാണെന്നാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ഉടനെ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആ സീൻ വരും കേട്ടോ. നമ്മുടെ നയന സത്യങ്ങളൊക്കെ തുറന്ന് പറയും. ആദർശ് നിരപരാധിയാണെന്നും അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നും. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.